മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഏറ്റവും പഴക്കമേറിയ ഇടവകകളിലൊന്നാണ് മാവേലിക്കര ഭദ്രാസനത്തിന്റെ മാതൃ ഇടവകയായ കദീസ ഓർത്തഡോക്സ് പള്ളി. കദീസ എന്ന വാക്ക് എല്ലാ വിശുദ്ധന്മാരെയും സൂചിപ്പിക്കുന്നു. കൂടാതെ എല്ലാ വിശുദ്ധന്മാർക്കും സമർപ്പിക്കപ്പെട്ട 3 പള്ളികളിലൊന്നാണ്. ൽ മഹാരാജ ഉദാരമായി നൽകിയ ഭൂമിയിൽ 2 അസീറിയൻ സന്യാസിമാർ മാർ സാബോർ, മാർ അഫ്രോത്ത് എന്നിവരാൽ ഇത് നിർമ്മിച്ചതായി പുരാതന പള്ളിച്ചരിത്രം തെളിവുകൾ നൽകുന്നു. അതിന്റെ സമർപ്പണത്തിന് ശേഷം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഇന്ത്യയിലെ എല്ലാ മാനേജ്മെന്റുകളിലും പള്ളിയും അതിലെ അംഗങ്ങളും സജീവമായി പങ്കുവഹിച്ചു. കദീസ ഓർത്തഡോക്സ് പള്ളിക്ക് അതിന്റെ ക്രെഡിറ്റിൽ നിരവധി യോഗ്യതകളുണ്ട്. 1653 നടന്ന പ്രസിദ്ധമായ കൂനൻ കുരിശ് സത്യത്തിൽ പങ്കെടുത്ത 44 പള്ളികളിൽ ഒന്നായിരുന്നു ഇത്. 1876 മുളന്തുരുത്തി സുന്നാദോസിനെ പ്രതിനിധീകരിച്ച് സഭയിൽ 3 അംഗങ്ങൾ പങ്കെടുത്തു. അറമേൻ ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കായംകുളം ഹിൽപ്പോസ് റെമ്പാൻ അംഗമായിരുന്നു ഇടവകയുടെ. കായംകുളം കദീസ ഓർത്തഡോക്സ് സഭയുടെ സ്ഥാപകന്മാരായ മാർ സാബോറും മാർ അഫ്രോത്തും കേരളത്തിന്റെ ക്രൈസ്തവ പൈതൃകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളെ മാനിച്ച് ആഘോഷിക്കപ്പെടുന്നു. AD 823 ഈ അസീറിയൻ ബിഷപ്പുമാർ ഒരു നെസ്റ്റോറിയൻ വ്യാപാരിയുടെ പിന്തുണയോടെ കൊല്ലത്തൊരു പള്ളി സ്ഥാപിക്കാൻ രാജകീയ അനുമതി നേടി. ഈ പ്രദേശത്ത് ക്രിസ്തുമതത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രം രൂപപ്പെടുന്നതിലും കൂനൻ കുരിശ് സത്യം, മുളന്തുരുത്തി സുന്നഹദോസ് തുടങ്ങിയ സുപ്രധാന സഭാ പരിപാടികളിൽ പങ്കെടുത്ത് കായംകുളത്തെ മതപരവും സാമുദായികവുമായ ജീവിതത്തിൽ അവരുടെ സ്ഥായിയായ സ്വാധീനം പ്രതിഫലിപ്പിക്കുന്ന കദീസ പള്ളിയിലേക്ക് അവരുടെ പാരമ്പര്യം വ്യാപിപ്പിക്കുന്നു.